കുട്ടിയെ കുറച്ച് സമയത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് സാറിന്റെ ആവശ്യപ്പെട്ടപ്പോൾ സാറ് അതിന്റെ അതോറിറ്റി എന്ന നിലയിൽ സാർ സമ്മതിച്ചു. ഓക്കെ, പക്ഷെ അങ്ങനെ അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ രക്ഷകർത്താവ് എന്ന് പറഞ്ഞ അവിടെ വന്നത് ആരാണ്? ഈ കുർവ സംഘം ആളുകളെ കൊള്ളയടിക്കുന്നത് പോലെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ CPM വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി സമ്മേളനത്തിന് ആളെ കൂട്ടുന്ന ഒരു സമീപനമാണ്. വിദ്യാർത്ഥി ഇത് കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അവർ ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള ആളുകളാണെങ്കിലും പാരൻസ് പറയുന്നത് ഒരു കാരണവശാലും പാരൻസിന് സ്കൂൾ പ്രിൻസിപ്പളോ ക്യാമ്പിലുള്ള ആളുകളോ അത് അധ്യാപകരോ പേരൻസിൻ്റെ ബന്ധപ്പെട്ടിട്ടില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കരകുളത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയെ CPM ജില്ലാ സമ്മേളനത്തിലേക്ക് അധ്യാപകൻ വിളിച്ചു കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ പരാതി നൽകിയത്. ഈ വിദ്യാലയത്തിൽ NSS ക്യാമ്പ് നടക്കുന്നതിനിടയിലാണ് ഒരു അധ്യാപകൻ, നൗഫൽ എന്ന് പറയുന്ന അധ്യാപകൻ, ഈ വിദ്യാർത്ഥിയെ CPM ജില്ലാ സമ്മേളനത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ സ്കൂളിലെ പ്രിൻസിപ്പാളിന് പരാതി നൽകിയിരിക്കുകയാണ്. ഈ അധ്യാപകനെതിരെയും അതുകൂടാതെ ഈ വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച മറ്റ് അധ്യാപകർക്കെതിരെയും തക്കതായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രിൻസിപ്പാളിനെ കണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പം ഒരു അധ്യാപകന്റെ പേര് സാർ വെക്കണ്ട. ഞങ്ങൾ ആവശ്യപ്പെടുന്നതൊന്നുമില്ല. ക്യാമ്പിലുള്ള അധ്യാപകർക്കെതിരെ മാത്രമേ വിഷയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ക്യാമ്പ് കോർഡിനേറ്ററോ അല്ലെങ്കിൽ അതിൽ ക്യാമ്പ് കോർഡിനേറ്ററോ സഹായിക്കുന്ന അധ്യാപകരോ അല്ല. ആ ക്യാമ്പിൽ നടത്തിച്ച ആളുകളുണ്ട്. അതിൽ കോർഡിനേറ്റർ ഉണ്ടാവും, മറ്റേ അധ്യാപകരുണ്ടാവും, 4-5 അധ്യാപകരുണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പൊ ആ ആളുകൾക്കെതിരെ അവർക്കാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം. ഇപ്പം ആ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന്റെ ഉത്തരവാദിത്വം. അവർ ആരെ പേരും വെക്കണ്ട, നമ്മൾ ഒരു അധ്യാപകന്റെ പേരും വെക്കണ്ട. നമ്മൾ അങ്ങനെയുള്ള ആളുകളല്ല. സാറിന്റെ ദുസ്സഹയൊക്കെ മനസ്സിലാവുന്നു. സാർ ആ കുട്ടിയെ വിട്ടേക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷെ ആ കുട്ടിയെ വിടുന്നതെന്ന് പറഞ്ഞാൽ സാർ സതുദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത്. ആ കുട്ടിയുടെ രക്ഷകർത്താവ് വന്നിരിക്കുന്നു, കുട്ടിയെ കുറച്ച് സമയത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് സാറിന്റെ ആവശ്യപ്പെട്ടപ്പോൾ സാറ് അതിന്റെ അതോറിറ്റി എന്ന നിലയിൽ സാർ സമ്മതിച്ചു. ഓക്കെ, പക്ഷെ അങ്ങനെ അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ രക്ഷകർത്താവ് എന്ന് പറഞ്ഞ അവിടെ വന്നത് ആരാണ്? പരിശോധിക്കുന്ന സാറ്. ആ കുട്ടിയുടെ അച്ഛൻ ഇത്രയും മാധ്യമങ്ങളെ മുമ്പിൽ പറയുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയി രക്ഷകർത്താവ് ആരാണെന്ന് സാർ അന്വേഷിക്കണം. ഈ കോർഡിനേറ്റർ, നമ്മൾ ഈ കോർഡിനേറ്റർ നല്ല കുറ്റം പറയുന്നത്, സാറിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. സാറ് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഇയാൾ ക്യാമ്പ് ഇടുന്ന ഒരു ആവശ്യം വന്നു, കുട്ടിയെ വിടണം എന്ന് പറഞ്ഞ് കുട്ടിയെ വിടും, സ്വാഭാവികമാണത്. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ പാർട്ടി സമ്മേളനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി കുട്ടിയെ വിട്ടത് സാർ അറിഞ്ഞുകൊണ്ടല്ലോ. സാറിന്റെ ഉത്തരവാദിത്വം സാർ എടുക്കരുത്. സാറിന്റെ ഉത്തരവാദിത്വം സാറ് ആ കുട്ടിക്ക് വേറെ എന്തോ ആവശ്യമുണ്ട് പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സാർ വിട്ടു. സാറിനെ കബളിപ്പിച്ചു. ബാക്കി ഈ പറയുന്ന കാര്യങ്ങൾ സാർ അറിയാതെ വരുന്ന കാര്യങ്ങളാണ്. അതിനാണ് സാർ ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസും കൂടെ പ്രിൻസിപ്പലിനെ ഇപ്പോൾ നമ്മൾ ഉപരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥിയെ CPMൻ്റെയും DYFIയുടെ ആളുകളാണ് കൂട്ടിക്കൊണ്ടുപോയത്. പാരൻസ് ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ക്യാമ്പിന് നേതൃത്വം കൊടുത്ത അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു. ആ നടപടി ആവശ്യപ്പെട്ട് നമ്മൾ പ്രിൻസിപ്പലിനെ സമീപിച്ചു. പ്രിൻസിപ്പൾ മേളിലോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ഇത് കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അവർ ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള ആളുകളാണെങ്കിലും പാരൻസ് പറയുന്നത് ഒരു കാരണവശാലും പാരൻസിന് സ്കൂൾ പ്രിൻസിപ്പളോ ക്യാമ്പിലുള്ള ആളുകളോ അത് അധ്യാപകരോ പേരൻസിൻ്റെ ബന്ധപ്പെട്ടിട്ടില്ല. ബന്ധപ്പെടാനാണ് ഈ സമ്മേളനം. ഇതിപ്പോൾ നമ്മൾ കേൾവിയില്ലാത്ത ഒരു രീതിയാണ്. ഈ കുർവ സംഘം ആളുകളെ കൊള്ളയടിക്കുന്നത് പോലെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ CPM വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി സമ്മേളനത്തിന് ആളെ കൂട്ടുന്ന ഒരു സമീപനമാണ്.
ഇത്രയ്ക്ക് മോശമാണ് കേരളത്തിലെ CPM-ന് ഒരു സ്കൂളിൻ്റെ NSS ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് CPM അതമ്പതിച്ചോ? പ്രിൻസിപ്പലിൻ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും നമ്മളെല്ലാ ആളുകളും കൂടെ സമീപിച്ചപ്പോൾ പ്രിൻസിപ്പലിനെ വ്യക്തമായി തെറ്റിദ്ധരിപ്പിച്ചു. പ്രിൻസിപ്പലിനെ അവിടുത്തെ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളും കോർഡിനേറ്ററിനുപരി അവിടുന്ന് ആ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന 2-3 അധ്യാപകരും CPM-ൻ്റെ സംഘടനയിലുള്ള ആളുകളാണ്. ആ ആളുകളാണ് ഈ പ്രിൻസിപ്പലിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിദ്യാർത്ഥിയെ വിടുന്നത്. പക്ഷേ ഈ കരകുളം സ്കൂൾ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു വിഷയമൊന്നും ഇക്കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരിക്കലും ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത്. ഈ സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അവരുടെ മൊബൈൽ നമ്പറുണ്ട്. ആ പേരൻസിനെ പോലും വിളിച്ച് ചോദിക്കാതെയാണ് സമ്മേളനത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കുർബാ സംഘത്തിന് സമാനമായ രീതിയിൽ ഉള്ള ആളുകളോട് ഈ വിദ്യാർത്ഥിയെ വിട്ടിരിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUം ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കും. ഈ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUം പ്രതിഷേധത്തിന് നേതൃത്വം നൽകും. അല്ല, അങ്ങനെ അധ്യാപകർ ഉള്ളതല്ല, അതിലുള്ള മുഴുവൻ ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. ക്യാമ്പിൽ ഒരു അധ്യാപകനല്ല, ഒന്നിലധികം അധ്യാപകരുണ്ട്. അതിലെ മുഴുവൻ അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കണം. നടപടിയെടുത്തില്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആ അധ്യാപകർ ഇവിടെ വന്നാൽ KSUം യൂത്ത് കോൺഗ്രസും ഇതിനെ തടയും. അതിന് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയും ഞങ്ങൾക്കുണ്ട്. ഉപരോധത്തിൽ തീരുമാനം ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മേളിലോട്ട് പ്രിൻസിപ്പൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ്. ഈ പ്രിൻസിപ്പൽ ഈ വിഷയം അറിഞ്ഞിട്ടില്ല, പ്രിൻസിപ്പലിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ അധ്യാപകനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.